നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തീരാ നോവാണ് ശിരൂരിൽ കാണാതായ അർജുൻ. കുറെ തെരച്ചിലൊക്കെ നടത്തി, പിന്നീട് തെരച്ചിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെക്കേണ്ട സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത നമുക്ക് വീണ്ടും കേൾക്കാൻ കഴിഞ്ഞത്. അതായത് ഈ തെരച്ചിലിന് വേണ്ടി ഡ്രഡ്ജർ ശിരൂരിലേക്ക് എത്തിക്കുന്നുവെന്ന ആ നല്ല വാർത്ത. പക്ഷേ ഇതാ വീണ്ടും പ്രതിസന്ധിയാണ് മുന്നിൽ കാണുന്നത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അത് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വീണ്ടും ഗോവ തുറമുഖത്ത് നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ വൈകുന്നതാണ് തിരിച്ചടിയാകുന്നത്. ഡ്രഡ്ജർ ഇന്നലെ വൈകിട്ടോടെ കാർവാറിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കാറ്റിന്റെയൊക്കെ വേഗത കൂടിയത് കാരണം കരയ്ക്ക് അടുപ്പിക്കേണ്ടി വന്നു. അതേസമയം ഉത്തര കന്നഡ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാർവാറിൽ ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട്. ശിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കാർവാറിൽ നിന്ന് നമുക്കൊപ്പം സാരംഗ് സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, അർജുന്റെ കുടുംബം മാത്രമല്ല കേരളം ഒട്ടാകെ എന്തെങ്കിലും വിവരം അർജുനെ പറ്റി, ആ ലോറിയെ പറ്റി കിട്ടിയോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടുകൂടി. ഈ ഡ്രഡ്ജർ വരുന്നു എന്ന് കേട്ടപ്പോൾ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മോശം കാലാവസ്ഥ അതാണോ പ്രതിസന്ധി, വെല്ലുവിളി? ആര്യ, നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴ്ത്തുന്ന വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി ഗോവയിലെ വാസ്കോഡഗാമ പോർട്ടിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജറിന് ഇതുവരെയും കാർവാറിലെ പോർട്ടിൽ എത്തിച്ചേരാനായിട്ടില്ല എന്നത് വലിയൊരു ആശങ്ക തന്നെ ഇവിടെ എത്തുന്ന ഉദ്യോഗസ്ഥർക്കിടയിലും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തിലും സർവോപരി എല്ലാ മലയാളികളുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ എത്താത്തത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം നൽകാൻ ഇപ്പോഴും കമ്പനി അധികൃതർക്ക്, ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നത് വലിയൊരു വീഴ്ചയാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും. ഇന്നലെ വൈകിട്ടോടുകൂടി ഇവിടെ എത്തുമെന്നായിരുന്നു, ഡ്രഡ്ജർ കാർവാർ തുറമുഖത്ത് നങ്കൂരമിടും എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കിട്ടിയിരുന്ന വിവരം. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് നൽകിയിരുന്ന ഔദ്യോഗിക വിശദീകരണമൊക്കെ തന്നെ അത്തരത്തിലുള്ളതായിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്തിലാക്കിക്കൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി, അല്ലെങ്കിൽ രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെ നങ്കൂരമിട്ട് സേഫായ ഒരു സ്ഥലത്തേക്ക് ഡ്രഡ്ജർ മാറ്റി നിർത്തേണ്ടി വരുന്നു എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. പക്ഷേ എന്തുകൊണ്ടെന്നാൽ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് കമ്പനി യുടെ അധികൃതർക്കോ ഒന്നും തന്നെ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു സംശയത്തിലേക്ക്, ഒരു സംശയദൃഷ്ടിയിലേക്ക് പോലും പിന്നീട് പോകുന്ന തക്കത്തിലുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന തരത്തിലുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കാർവാറിൽ വെച്ച് ഉത്തര കന്നഡ ജില്ലാ ഭരണാധികാരികളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് എസ്.പിയും കളക്ടറും അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഉന്നതാധികാരികളുടെ യോഗം ചേരും. കേരളത്തിൽ നിന്നും മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AK അഷ്റഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും ഒരുപക്ഷെ യോഗത്തിൽ പങ്കെടുത്തേക്കും. അതിനുശേഷമായിരിക്കും ഇനി എന്താണ് ഇത്തരത്തിലുള്ള തിരച്ചിലിൻ്റെ മുന്നോട്ടേക്കുള്ള നടപടികൾ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് ഉച്ചയോടുകൂടി ഡ്രഡ്ജർ കാർവാറിൽ എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഉച്ചയ്ക്കെങ്കിലും ഇത്തരത്തിൽ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള വലിയൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ചേരാൻ പോകുന്ന യോഗം അതിനിർണായകമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യ, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഉന്നതതല യോഗം ചേരുന്നുണ്ട്. നമ്മളിതിങ്ങനെ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ അർജുനെ മാത്രമല്ല, കാണാതായ മറ്റ് 2 പേർ കൂടിയുണ്ട്. അവരെ പറ്റിയുള്ള വിവരങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ കുടുംബവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.